ലോകമെമ്പാടും നമ്മുടെ ഓഹരി വിപണി നോക്കാറുണ്ട്. എന്താണ് ഓഹരി വിപണി പല ദിവസങ്ങളിലായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആൻഡ്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മളെല്ലാവരും കേൾക്കുന്ന ഡെയിലി നമ്മുടെ ഈ ലോകം കേൾക്കുന്ന ഒരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് അല്ലേ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുമാണ്. എന്താണ് ChatGPT, പെർപ്ലെക്സിറ്റി, അതുപോലെ തന്നെ ഓട്ടോമേഷൻ ടൂളുകൾ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതുമാണ്. എന്നാൽ എന്താണ് ഈ ആൻഡ്രോപ്പിക്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാരെല്ലാവരും ഈ ആൻഡ്രോപ്പിക്കിനെ പേടിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആൻഡ്രോപ്പിക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജോലി കളയുമോ? അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെൻഷൻ ആവുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് അല്ലേ? അതായത് ആൻഡ്രോപ്പിക് വന്നു, അയ്യോ എൻ്റെ ജോലി പോയി, അല്ലെങ്കിൽ എൻ്റെ ജോലി സേഫ് ആണോ എന്നുള്ള ടെൻഷനിലാണ് എല്ലാവരും അല്ലേ? അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ChatGPT, പെർപ്ലെക്സിറ്റി, ഇതുപോലത്തെ ടൂളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, AI ഫാസ്റ്റാണ്. അതായത് നമ്മൾ അവിടെ നോക്കുന്നത് ഏറ്റവും സ്പീഡായിട്ട് ഡാറ്റ കിട്ടുക, ആ രീതിയിലായിരിക്കും അവിടെ നോക്കുന്നത്. അവിടെ എന്തുണ്ടാവില്ല, സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്നത് കൺസേൺ കുറവായിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ ക്ലോഡ് AI, ആൻഡ്രോപ്പിക് പോലത്തെ ടൂള് കൊണ്ടുവരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് AI ഏറ്റവും സെക്യൂർ ആയിട്ട് അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതായത് അവർ പ്രത്യേകം പറയുന്നുണ്ട് AI ടൂള് യൂസ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ടൂള്. മറ്റേതൊക്കെ എന്താണ്, ആൻസർ എൻജിൻസ് ആണ് അല്ലേ? അതായത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുത്തരുന്നു. ആ ഒരു രീതിയിലാണ് AI, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. AI ടൂളുകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള വർക്കുകൾ ചെയ്തു തരിക എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ജോബിന് വളരെ ഒരു സേഫ്റ്റി വ്യത്യാസം വന്നു അല്ലേ? അതായത് ഇപ്പം ഈ ആൻഡ്രോപ്പിക് വന്നിട്ടുള്ളത് ഒരു വർക്കാണ് മെയിനായിട്ട് ചെയ്തത് അല്ലേ? ഒരുപാട് മേഖലയിൽ ആൻഡ്രോപ്പിക് വരുന്നുണ്ട്. അതിലിപ്പോൾ അവർ ട്രയൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ലീഗൽ ഡോക്യുമെൻസിൻ്റെ വർക്കാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇരുന്ന് ചെയ്യുന്ന വർക്കായിരുന്നു ഈ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഗൽ വർക്കുകൾ. ഓക്കെ, അത് കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഈ ഒരു മിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോമേഷൻ മിഷൻ ചെയ്തു. ആ സമയത്ത് അവിടെ എന്ത് വന്നു, ആ മിഷൻ അത്രയും ഫാസ്റ്റായിട്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ മേഖലയിലും അതുപോലെ തന്നെ BPO സെക്ടറിലും ഒരുപാട് ഔട്ട്സോഴ്സിങ് കമ്പനീസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ കമ്പനീസിനൊക്കെ അതൊരു വെല്ലുവിളിയായി മാറുകയാണ്. അതായത് ആ ഒരു ഓട്ടോമേഷൻ ടൂൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് അത് ചെയ്യും. അപ്പോൾ അത്രയും ആൾക്കാരുള്ള ഒരു കമ്പനിയിൽ എന്ത് വരും, ആൾക്കാർ കുറഞ്ഞു വരും. ഇതാണ് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു രീതിയിൽ നോക്കാം. അതായത് പണ്ട് കാലത്ത് ടൈപ്പ് റൈറ്റർ ആയിരുന്നു എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ടൈപ്പ് റൈറ്റർ കഴിഞ്ഞു, ഒരു കമ്പ്യൂട്ടർ യുഗം വന്നു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കാലം വന്നു. കമ്പ്യൂട്ടർ വന്നപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു, അയ്യോ ജോലികളെല്ലാം പോയി, ഇനിയെല്ലാം കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ വന്നതോടുകൂടി പല ആൾക്കാരുടെയും ജോലി പോയി. ശരിയാണ്, ടൈപ്പ് റൈറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജോലി പോയി. ഓക്കെ, പക്ഷേ അവിടെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. കമ്പ്യൂട്ടർ അറിയാവുന്ന, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫീൽഡുകൾ വന്നു, ഒരുപാട് കോഴ്സുകൾ വന്നു, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ലെവലിലാണ്. അതായത് നമ്മുടെ ഓരോ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് വരും. അതാണല്ലോ നമ്മുടെ സയൻറ്റിസ്റ്റുകളും നമ്മുടെ റിസർച്ചേഴ്സും ഒക്കെ ചെയ്യുന്നത്. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് എപ്പോഴും വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു എന്തുണ്ടാവുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ളതാണ് AI കൊണ്ടുവരുന്ന ഓരോ ഓട്ടോമേഷൻ ടൂളുകളും. അപ്പോൾ ഒരുപാട് പേരുകൾ ചെയ്യുന്ന ജോലി കുറഞ്ഞ ആൾക്കാരിലേക്ക്, അത് ഓരോ മിഷൻ വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അല്ലേ? അതായത് ഒരു മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർ ചെയ്യുന്ന വർക്കുകളായിരിക്കും മിഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇനിയുള്ള സമയത്ത്. പക്ഷേ അവിടെ മറ്റു രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടും. കാരണം ഈ AI ടൂളുകൾ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഓട്ടോമേഷൻ വർക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ, അങ്ങനത്തെ ഫീൽഡുകൾ ഇനി വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ജോലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്, എനിക്കിതാണ് എൻ്റെ ജോലി, അപ്പം ഞാൻ ഇത് തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചിലപ്പം എന്തുണ്ടാവില്ല, നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പം ഫ്യൂച്ചറിലേക്ക് ഉണ്ടായെന്ന് വരില്ല. നമ്മൾ അവിടെ ചിലപ്പം എന്താ പറയുക, ഫയർ ചെയ്യപ്പെട്ടെന്ന് വരും. പക്ഷേ നമ്മൾ അത് ആ ഒരു ടെക്നോളജി കൂടെ നമ്മൾ പഠിച്ചു, ആ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞു, ആ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം
ഓരോ ടെക്നോളജി വരുമ്പോഴും ആ ടെക്നോളജി എന്താണെന്നും ആ ടെക്നോളജി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, ആ ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മിനിറ്റിലും നമ്മൾ ലേൺ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കും എന്തുണ്ടാവുള്ളൂ, നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആൻഡ്രോപ്പിക് വന്നു ജോലി പോയോ, അല്ലെങ്കിൽ ആൻഡ്രോപ്പിക് വന്നു ജോലി പോവോ, ആൻഡ്രോപ്പിക് എന്താണെന്ന് പഠിക്കുക. ആൻഡ്രോപ്പിക് എന്താണെന്ന് പഠിച്ചിട്ട് ആൻഡ്രോപ്പിക് യൂസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ആൾക്കാരുടെ ജോലികൾ പോകും, അത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓട്ടോമേഷൻ ടൂളുകൾ വരുമ്പോൾ കമ്പനീസ് നിർബന്ധമായും ആ ഓട്ടോമേഷൻ ടൂളുകൾ യൂസ് ചെയ്യും. കാരണം എല്ലാവർക്കും വേണ്ട എന്താണ്, നല്ല എഫേർട്ടിൽ എല്ലാവർക്കും വേണ്ട എന്താണ്, നല്ല എഫക്റ്റീവ് റിസൾട്ട് തന്നെയാണ്. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ടൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഒത്തിരി ആൾക്കാർ എംപ്ലോയീസിനെ വെക്കുമോ കമ്പനി? ഒരിക്കലും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. അപ്പം ഈ ക്ലൗഡ് AI ഈ പുതിയ ടൂള് കൊണ്ടുവന്ന പോലെ ചിലപ്പം നാളെ മറ്റ് ഓപ്പൺ AIയും ഇതുപോലത്തെ ടൂളുകൾ കൊണ്ടുവരും. അപ്പം നമ്മളൊക്കെ അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. Download now CC Learning app.